വ്യായാമ കൂട്ടായ്മ മെക്സ് 7-എതിരായ വിമർശനത്തിൽ സിപിഐഎം നിലപാട് തള്ളി മുൻ മന്ത്രിയും INL സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് ദേവർകോവിൽ. തെറ്റിദ്ധാരണയെ തുടർന്നാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയെന്ന് അദ്ദേഹം പറഞ്ഞു. മെക്സ് 7-നെതിരെ സമസ്ത വിഭാഗം നടത്തിയ പ്രസ്താവന മതകാര്യങ്ങൾ മുൻനിർത്തിയെന്നും അഹമ്മദ് ദേവർകോവിൽ 24-നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പൊതുവായി ഇത്തരം കൂട്ടായ്മകൾക്കിടയിലൊക്കെ ചില തീവ്രവാദ ശക്തികൾ കടന്നു കയറുമോ എന്നത് ജാഗ്രത പാലിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും കൂട്ടായ്മകൾ വളരെ നന്നായി വ്യായാമ പരിശീലനം നടത്തുന്നതിനെ ഒരിക്കലും എതിർക്കപ്പെടേണ്ടതില്ല. അതിനകത്ത് ഒരു ദിവസം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു. അന്ന് അവിടെ നടന്ന എല്ലാ പരിപാടികളും ഞാൻ വീക്ഷിച്ചതാണ്. ഒരു തരത്തിലുള്ള ജാതി മത ചിന്തകൾക്കും അതീതമായി തന്നെയാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ ഉണ്ട്. അവിടെ മറ്റെന്തെങ്കിലും ഉള്ളതായി ഒരു തെളിവും ആർക്കും കാണിക്കാൻ ഇതുവരെ കഴിയാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കേണ്ട സാഹചര്യമില്ല. മെക്സ് 7-നെക്കുറിച്ചുള്ള സിപിഐഎം ആരോപണം തമാശയെന്ന ലീഗ് MLA TV ഇബ്രാഹിം പ്രതികരിച്ചു. ഫാസിസ്റ്റുകളുടെ ഇസ്ലാമോഫോബിക് ആരോപണങ്ങൾ മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നത് സങ്കടകരമാണെന്നും TV ഇബ്രാഹിം പറഞ്ഞു. STPI ജമാഅത്തെ ഇസ്ലാമി ആരോപണം ഏത് സംഘടനയുടെ പേരിലും ആരോപിച്ച് ആ സംഘടന അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ നശിപ്പിക്കാനുള്ള ഒരു ദുരുപദിഷ്ടമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ മെക്സ് 7-ൻ്റെ കാര്യത്തിൽ ഞാനും ചെറിയൊരു ഘട്ടത്തിലാണെങ്കിലും ഞാനതിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അതുപോലെയുള്ള ഒരു ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് RSS അതുപോലെ തന്നെ ഫാഷിസ്റ്റ് സംഘടനകളും ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് സയോണിസ്റ്റ് സംഘടനകളുമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. നിരോധിത സംഘടന ഉൾപ്പെടെ മെക്സ് 7-നെ മറയാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് CPIM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ അത് തള്ളുകയാണ് INL-ഉം ഒപ്പം തന്നെ മുസ്ലിം ലീഗിലെ നേതാവും. അപ്പോൾ എന്താണ് ഇവർ രണ്ടുപേരും പറയുന്നത്? ഇങ്ങനെയൊരു ആരോപണത്തിന് പിന്നിൽ എന്താകാമെന്നാണ് ഇവരുടെ ഒരു അനുമാനം? പ്രവിധ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യായാമ പരിശീലനം നടത്തുന്ന സംഘടനയായ മെക്സ് 7-നെ കുറിച്ച് ആദ്യം ആശങ്ക പങ്കുവച്ചത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ്. അദ്ദേഹം പറഞ്ഞത് ചില തീവ്രവാദ ശക്തികൾ SDPI പോലുള്ള ചില തീവ്രവാദ ശക്തികൾ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ശക്തികളൊക്കെ ഈ സംഘടനയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇത്തരം സംഘടനകളുടെ വാട്സപ്പ് അഡ്മിന്മാരിൽ പലരും പോപ്പുലർ ഫ്രണ്ടുകാരാണ് തുടങ്ങിയ ആശങ്കകൾ, തുടങ്ങിയ സംശയങ്ങളൊക്കെയാണ് പി മോഹനൻ പങ്കുവച്ചത്. പക്ഷേ ഇത്തരം സംശയങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളെയൊക്കെ തള്ളുകയാണ് INL-ന്റെ സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറയുന്നത് ഇങ്ങനെ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക്, ഇങ്ങനെ ഉയർത്തുന്ന പരാതികൾക്കൊന്നും ഒരു തെളിവുമില്ല. വളരെ തുറസായ സ്ഥലത്ത് രഹസ്യമല്ലാതെ നടത്തുന്ന ചില വ്യായാമ പരിശീലനമാണ് മെക്സ് 7-ന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നുള്ളത്. അത്തരം ആരോഗ്യ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സംഘടന ചേർന്ന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ഇത്തരം തീവ്രവാദവുമായി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. ഇതാണ് തങ്ങളുടെ നിലപാട് എന്ന് INL കൃത്യമായി പറയുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് താനും ഇത്തരം സംഘടനകളുടെ ഭാഗമായിട്ടുണ്ട്. ഈ മെക്സ് 7-ന്റെ ഭാഗമായി താനും ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും തനിക്ക് ഈ രീതിയിലുള്ള ഒരു കാര്യം അവിടെ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല. ജാതി മത ചിന്തകൾക്ക് അതീതമായാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും INL പറയുന്നുണ്ട്. INL-ന്റെ സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ പി മോഹനൻ ഈ ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും തുടർന്ന് അതിനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം സമസ്ത വിഭാഗത്തിന്റെ വിമർശനമാണ്. ഈ വിമർശനത്തെ INL സംസ്ഥാന അധ്യക്ഷൻ നോക്കിക്കാണുന്നത് ഇത് ഒരു മതസംഘടനയുടെ വിമർശനമാണ്, മതസംഘടനയുടെ അഭിപ്രായമാണ്. മതകാര്യങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ പുലർത്തണമെന്നുള്ളത് ആ മതസംഘടനയ്ക്ക് തീരുമാനിക്കാം. അതിനാൽ തന്നെ അവർക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ പി മോഹനൻ നടത്തിയ പ്രസ്താവന അത് തെറ്റിദ്ധാരണയുടെ പുറത്താകാം. ഏതായാലും ഈ മെക്സ് 7-നുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ വരുന്ന സാഹചര്യത്തിൽ
ഈ CPM-ന്റെ നിലപാട് ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി ആണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. പ്രവിത, ഈ പറയുന്ന മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന 7 വ്യായാമ മുറകളുടെ ആ ഒരു കോമ്പിനേഷൻ, നവയൗവനം നിലനിർത്തുക, വ്യായാമം ചെയ്യുക എന്ന ഒരു ടാഗ് ലൈനോടെ ക്യാപ്റ്റൻ പി സലാഹുദ്ദീൻ ആരംഭിച്ചതാണ്. അപ്പൊ ഇനി സംഘാടകരുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്ന് തെളിയിക്കുക. അപ്പൊ ഇനിയും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു.